ഹായ് ഫ്രണ്ട്സ്, വി ലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി ബേസിക്കലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ്, ഹിസ്റ്റോറിക് പീരീഡ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുമ്പം ലിറ്ററേച്ചർ സോഴ്സസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. പ്രോട്ടോ ഹിസ്റ്റോറിക് എന്ന് പറയുമ്പം ലിറ്ററേച്ചർ സോഴ്സസ് ലഭിച്ചിരുന്ന കാലഘട്ടം. ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുമ്പം ഏൻഷ്യൻറ്റ്, മിഡീവിയൽ, മോഡേൺ ഹിസ്റ്ററി. പിന്നെ ബേസിക്കലി മൂന്നായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി ഡീപ്പറായിട്ട് പഠിക്കുന്നതിന് മുമ്പ് എത്രത്തോളം ഹിസ്റ്ററി നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്, നമ്മുടെ കൺട്രിയിൽ എത്രത്തോളം ഹിസ്റ്ററി യൂണിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, ഏർലിയസ്റ്റ് പീപ്പിളിന് ഹിസ്റ്റോറിക് സെൻസസ് ഉണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഹിസ്റ്ററിയെ പറ്റി പഠിക്കുമ്പം ഓരോ കാര്യങ്ങൾ പറയുമ്പം അത് എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ പീരീഡിലേക്ക് പോകുമ്പോഴും നമുക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ലിറ്ററേച്ചർ സോഴ്സസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന എക്സ്കവേഷൻസ് ആയിരിക്കും, അതായത് സ്റ്റോൺസും ടൂൾസും വെച്ചിട്ടാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിന് നമ്മൾ മാപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ലിറ്ററേച്ചർ സോഴ്സസ് കിട്ടി. ലിറ്ററേച്ചർ സോഴ്സസ് വരുമ്പം റൈറ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ റൈറ്റിങ്സ് വന്നതോടുകൂടിയാണ് ഒരു സിവിലൈസേഷൻ ഫോം ചെയ്യാൻ തുടങ്ങിയത്. സിവിലൈസേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞപ്പം എന്തുണ്ടായി? ഒറിജിൻ ഓഫ് ലാംഗ്വേജസ് ഉണ്ടായി. അങ്ങനെ ഓരോ റേസസ് ഫോം ചെയ്യാൻ തുടങ്ങി. അതായത് ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ വരാൻ തുടങ്ങി. പ്രീ ആര്യൻസ്, ഇൻഡോ ആര്യൻസ്, ഗ്രീക്ക്, ടർക്സ്, ഇതെല്ലാം നമ്മുടെ കൾച്ചറിനെ ഒരുപാട് സ്വാധീനിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് എത്നിക് ഗ്രൂപ്പുകളും ഉണ്ടാവാൻ തുടങ്ങി. അതിനുശേഷം ഒരുപാട് റിലീജിയസ് ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം, പിന്നെ ഡിഫറെൻറ്റ് റിലീജിയനും ഡിഫറെൻറ്റ് ലാംഗ്വേജസും ഒബ്സർവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സോഷ്യൽ കസ്റ്റംസ് ആണ്. അപ്പം നമ്മുടെ കൺട്രീസ് ഒരു ഡീപ്പ് യൂണിറ്റി ഷോ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻസൈഡ് എന്താണ്, ഒരു ഗ്രേറ്റർ ഡൈവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂണിറ്റി കാണിക്കുന്നത്. നമുക്ക് പറയാം, ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ലാൻഡിനെ നമുക്ക് ഭാരതവർഷ എന്ന് വിളിക്കാം. അവിടുത്തെ ആ ഏൻഷ്യൻ ട്രൈബ് ഭാരത എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ആ ഭാരതവർഷയിലുള്ള ആ ഒരു ജനങ്ങളെ നമുക്ക് ഭാരത സന്തതി എന്ന് പറയാം. അപ്പോൾ ഈ ഭാരതയെ കോൺക്വർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ അവരുടെ അതോറിറ്റി കൊണ്ടുവരാൻ ഒരുപാട് രാജാക്കന്മാർ ശ്രമിച്ചിരുന്നു. ആ രാജാക്കന്മാരുടെ ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ചക്രവർത്തിനീസ് എന്ന് വിളിക്കാം. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ കൾച്ചറിൽ ഒരുപാട് ഫോറിനേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് സിന്ധു എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് സാൻസ്ക്രിറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ ഹിന്ദ് എന്നുള്ള വേർഡ് ഉണ്ടായത് പേർഷ്യൻ അല്ലെങ്കിൽ അറേബ്യൻ ലാംഗ്വേജിൽ നിന്നാണ്. ഇന്ത്യ എന്നൊരു വേർഡ് ഉണ്ടായത് ഗ്രീക്കിൽ നിന്നാണ്. ഇതൊക്കെ കാണിക്കുന്നത് ആ ഒരു ഫോറിനേഴ്സ് എത്രത്തോളം നമ്മുടെ യൂണിറ്റ് ഓഫ് ഇന്ത്യയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഏൻഷ്യൻ ടൈമിൽ ഒരു പൊതുവായിട്ടുള്ളൊരു ഭാഷയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പ്രാകൃതമായിരുന്നു. അതായത് ഒരു സെഞ്ച്വറീസ് ഓഫ് BC കാലഘട്ടത്തിലൊക്കെ പ്രാകൃതമായിരുന്നു പൊതുഭാഷയായിട്ട് യൂസ് ചെയ്തിരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അശോക ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ പ്രാകൃത് ലാംഗ്വേജസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇനിയിപ്പം പക്ഷേ പൊതുഭാഷ പ്രാകൃതാണെങ്കിലും സാൻസ്ക്രിറ്റിനും സെയിം പൊസിഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് റിമോട്ടസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിലെ ഒരുപാട് പാർട്ടുകളിൽ ഏർലി ടൈമിൽ സാൻസ്ക്രിറ്റിനായിരുന്നു സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4th century AD ഗുപ്ത പീരീഡിൽ സാൻസ്ക്രിറ്റ് ആയിരുന്നു പ്രോമിനൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ഈ ഒരു ഗുപ്ത പീരീഡിനെ പറ്റി പറയുമ്പം പോസ്റ്റ് ഗുപ്ത പീരീഡിലായിരുന്നു നമ്മുടെ കൺട്രിയെ പൊളിറ്റിക്കലി ഡിവൈഡ് ചെയ്ത് തുടങ്ങിയത്. അതായത് സ്മാളർ സ്റ്റേറ്റ്സ് ആയിട്ട് മാറ്റിയത് പോസ്റ്റ് ഗുപ്ത പീരീഡിലായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്റ് ഗുപ്ത പീരീഡിലെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സും എല്ലാം സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുപോലെ അന്നത്തെ കാലഘട്ടത്തുള്ള ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എപ്പിക്സ് ഉണ്ട്, രാമായണ, മഹാഭാരത. ഇതൊക്കെ കൂടുതലായിട്ടും നദേൺ പാർട്ടിൽ ഉണ്ടെങ്കിൽ തന്നെയും അതേ സീലിലും അതേ ഡിവോഷനിലും തന്നെയായിരുന്നു സദേൺ ഇന്ത്യയും അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. ഇനിയിപ്പം നോർത്തേൺ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ അവിടെ വർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഒരു
സിസ്റ്റം, ഏൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാസ്റ്റ് സിസ്റ്റം തന്നെയാണ് പിന്നീട് ഫോറിനേഴ്സ് ഇവിടെ ഇൻവേഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബ്രിട്ടീഷേഴ്സിനെ എടുക്കുവാണെങ്കിൽ എന്താണ് ഹിന്ദു മുസ്ലിം ഡിവൈഡ്, അവരുടെ ഒരു പോളിസി ആയിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. അത് ശരിക്കും ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടിയതാണ്. അപ്പോൾ ഫോറിനേഴ്സ് ഇന്ത്യയിൽ വരുമ്പോഴും എന്ത് ചെയ്യും, അവരൊരു പർട്ടിക്കുലർ കാസ്റ്റിനെ അബ്സോർബ് ചെയ്തിട്ട് മറ്റ് കാസ്റ്റിനെ എന്ത് ചെയ്യും, സൈഡ് ലൈൻ ചെയ്യും. അപ്പം ഇതൊക്കെ ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പം നമ്മൾ ഈ ഹിസ്റ്റോറിക് സെൻസിൻ്റെ കാര്യം പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഈ ക്ലൈമറ്റിൻ്റെ കാര്യമൊക്കെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം ഒരുപാട് ടെമ്പിൾ ആർക്കിടെക്ചർ ഉണ്ട് അല്ലേ. അപ്പം പക്ഷേ ഈ ഒരു ഒത്രയും ടെമ്പിൾ ആർക്കിടെക്ചർ ഉണ്ടായിട്ടും നമുക്ക് അതിൽ നിന്നും കുറച്ച് നോളജ് മാത്രമേ എക്സ്പോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എല്ലാം ബെറീഡായിട്ട് മണ്ണിനടിയിൽ പോയേക്കുന്ന കാര്യമാണ് അല്ലേ. കാലം കഴിയുന്തോറും അത് മണ്ണിനടിയിലാവും. പക്ഷേ ഇപ്പം നമ്മളിപ്പം ഇന്ത്യയുടെ ഒരു ക്ലൈമറ്റ് ജോഗ്രഫി വൈസ് എടുക്കുവാണെങ്കിൽ UP, രാജസ്ഥാൻ, നദേൺ പാർട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെ ഡ്രൈ ക്ലൈമറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ക്ലൈമറ്റ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ റീജിയനിലുള്ള എന്താണ് ഏൻഷ്യൻ ഹിസ്റ്ററിയിലുള്ള റിമെയിൻസ് ഒക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പക്ഷേ ഇപ്പം മോയിസ്റ്റ് ഹ്യൂമിഡ് ആയിട്ടുള്ള റീജിയൻ അല്ലെങ്കിൽ ആ ഒരു റീജിയനിൽ, അപ്പം ഗാൻജറ്റിക് പ്ലെയിൻ ആണെങ്കിലും ഡെൽറ്റായിക് റീജിയനിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടത്തിൽ മഡ് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം ഡ്രൈ റീജിയനിലാണെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മോയിസ്റ്റ് ഹ്യൂമിഡ് കണ്ടീഷൻസിലുള്ള റീജിയനിലൊക്കെ വരുമ്പോഴേക്കും മഡ് സ്ട്രക്ചറിനൊന്നും നമുക്ക് കിട്ടത്തുകൂടിയില്ല. അതുപോലെ തന്നെ അയണിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ഉള്ള റീജിയൻ ആണെങ്കിൽ തന്നെ അയണിന് എന്ത് പറ്റും, കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയുടെ ക്ലൈമറ്റ് ശരിക്കും നമ്മുടെ ഹിസ്റ്ററിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പിന്നിപ്പം സദേൺ ഇന്ത്യയിൽ വരുവാണെങ്കിൽ അവിടുന്ന് കിട്ടിയ എന്താ പറയുക, ഇപ്പം ഡെഡ് ബോഡിയൊക്കെ അവർ ബറീഡ് ചെയ്തേക്കുന്നത് അവരുടെ ടൂൾസും വെപ്പൺസും ഒക്കെ പോട്ടറിയൊക്കെ ഡെഡ് ബോഡിയോടൊപ്പം അവർ ബറീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോർത്തേൺ പാർട്ടും സദേൺ പാർട്ടിനും ബറിയൽസിൽ തന്നെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ ഡെഡ് ബോഡി മറവ് ചെയ്യുമ്പം ഒരു വലിയ ബിഗ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടായിരുന്നു സദേൺ പാർട്ടിൽ മറവ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ബിഗ് സ്റ്റോണിനെ മെഗാലിത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് ഈ സദേൺ റീജിയനിൽ മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ എന്താണ് മെറ്റീരിയൽ സ്റ്റഡി ആവശ്യമാണ്. അതിനാണ് ആർക്കിയോളജി ഉള്ളത്. അവർ എക്സ്കവേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, സയൻറ്റിഫിക് എക്സാമിനേഷൻ നടത്തിയിട്ട് റേഡിയോ കാർബൺ മെത്തേഡ് വഴി ഏജ് ഒബ്റ്റെയിൻ ചെയ്യും. പിന്നെ മെയിനായിട്ട് നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പം പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ സ്റ്റോൺ ടൂൾസിൻ്റെ വേരിയേഷനും ക്ലൈമറ്റ് ചേഞ്ചും വെച്ചിട്ടാണ് പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളൻ അനാലിസിസും അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പ്ലാന്റ് റെസിഡ്യൂ വെച്ചിട്ട് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പോളൻ അനാലിസിസ് ഒക്കെ വഴിയാണ് 6000 BC ആണ് രാജസ്ഥാനിലും കാശ്മീരിലും ഒക്കെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി ഈ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റിയത് നമുക്ക് കിട്ടിയ കോയിൻസിൽ നിന്നാണ്. അപ്പോൾ കോയിൻസിൻ്റെ സ്റ്റഡിയെ നമുക്ക് ന്യൂമിസ്മാറ്റിക് എന്ന് പറയാം. അന്നത്തെ കാലത്തെ കോയിൻസിൽ യൂസ് ചെയ്തിരുന്ന മെറ്റൽസ് കോപ്പർ ഉണ്ടായിരുന്നു, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ടായിരുന്നു, ലെഡ്, അതൊക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. 14th century വരെ പേപ്പർ കറൻസി ഒന്നും നമ്മൾ യൂസ് ചെയ്തില്ല. 14th centuryക്ക് ശേഷമായിരുന്നു പേപ്പർ കറൻസി. അതിന് മുമ്പ് വരെ കോയിൻസ് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ കോയിൻസ് ഒരു പോസ്റ്റ് ഗുപ്ത പീരീഡൊക്കെ ആയപ്പോഴേക്കും ഡിസപ്പിയേർഡായി. അന്നത്തെ കാലത്ത് മോഡേൺ ബാങ്കിങ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺപാത്രങ്ങളിലായിരുന്നു അവർ കോയിൻസ് ഡിപ്പോസിറ്റ് ചെയ്തത്. ചില ഏരിയയിലൊക്കെ ബ്രാസ് വെസൽസിലും കോയിൻ ഡിപ്പോസിറ്റ് കാണാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ അവരെന്ത് ചെയ്യും, അത് എടുക്കും. ഇനി നമുക്ക് റോമൻ എംപയറിൽ നിന്നും മിൻറ്റഡ് ആയിട്ടുള്ള കോയിൻസ് നമ്മുടെ രാജ്യത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് റോമൻ എംപയറുമായിട്ട് എന്തുണ്ടായിരുന്നു, ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ കോയിൻസും നേപ്പാളിലും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ റീജിയനിലൊക്കെ നമ്മൾ
എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഏർലിയസ്റ്റ് കോയിൻസിലൊക്കെ വളരെ കുറച്ച് സിമ്പിൾസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ശേഷം സിവിലൈസേഷൻ മാറുന്നതോടുകൂടി ലേറ്റർ കോയിൻസിലൊക്കെ ആയപ്പോഴേക്കും കിങ്സിൻ്റെ പേരുകളുണ്ടായിരുന്നു, ഗോഡിൻ്റെ പേരുകളുണ്ടായിരുന്നു, ചിലതിലൊക്കെ ഡേറ്റുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഏതൊക്കെ റീജിയണിലാണ് ഈ കോയിൻസ് സർക്കുലേറ്റ് ചെയ്യുന്നത്, ആ റീജിയണിൽ നിന്നുള്ള ഡൈനാസ്റ്റി ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാലഘട്ടത്തിനെ മാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് ഈ കോയിൻസ് എക്കണോമിക് ഹിസ്റ്ററിയും കൂടിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡൈനാസ്റ്റിയുടെ കാര്യം മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിലെ എക്കണോമിക് കൾച്ചറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കാലഘട്ടത്തിൽ ഉള്ള കോയിൻസൊക്കെ ഇഷ്യൂ ചെയ്തത് ഗോൾഡ് സ്മിത്തും പിന്നീട് മെർച്ചൻസിൻ്റെ ഒക്കെ ഗ്രൂപ്പുകളായിരുന്നു. അവർക്ക് അന്നത്തെ ചില കാലഘട്ടത്തിലെ രാജാക്കന്മാർ അവർക്ക് സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ലാർജസ്റ്റ് നമ്പർ ഓഫ് കോയിൻസ് നമുക്ക് കിട്ടിയിരുന്നത് പോസ്റ്റ് മൗര്യ പീരീഡിലായിരുന്നു. പക്ഷേ ഗുപ്ത പീരീഡിലായിരുന്നു ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് യൂസ് ചെയ്തിരുന്നത്. പോസ്റ്റ് ഗുപ്ത പീരീഡ് ആയപ്പോഴേക്കും എന്ത് ചെയ്തു, കോയിൻസിൻ്റെ നമ്പരും കുറഞ്ഞു. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൊമേഴ്സും ട്രേഡും പോസ്റ്റ് ഗുപ്ത പീരീഡ് ആയപ്പോഴേക്കും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയതാണ്. പിന്നെ കോയിൻസിൽ റിലീജിയസ് സിമ്പിൾസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോയിൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതൊക്കെ ഒരു കാലഘട്ടം വരെ എന്താണ് ട്രേഡ് ഉണ്ടായിരുന്നു, ഏതൊക്കെ കോയിൻസ് കിട്ടിയ ഏതൊക്കെ ഫോറിനേഴ്സുമായിട്ട് നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. കോയിൻസിൻ്റെ നമ്പർ കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിൻ്റെ ഡിക്ലൈനാണ്. അപ്പം നമുക്ക് ആ കോയിൻസിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി കോയിൻസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇൻസ്ക്രിപ്ഷൻസ്. ഇൻസ്ക്രിപ്ഷൻസിൻ്റെ സ്റ്റഡിയെ നമ്മൾ എപ്പിഗ്രാഫി എന്ന് പറയും. ഇൻസ്ക്രിപ്ഷൻസിൽ എഴുതിയ ഓൾഡ് റൈറ്റിങ്സിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് ലിപിയെ പറ്റിയുള്ള പഠനത്തിനെ പാലിയോഗ്രഫി എന്നും പറയും. ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് സീൽസിൽ കിട്ടാറുണ്ട്, സ്റ്റോണിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, റോക്കിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, കോപ്പർ പ്ലേറ്റ്സ്, ടെമ്പിളിൻ്റെ വോൾസിൽ, ബ്രിക്സിൽ ഒക്കെ ഇൻസ്ക്രിപ്ഷൻസ് ലഭിക്കാറുണ്ട്. ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്തേക്കുന്നത് സ്റ്റോണിൽ തന്നെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഇൻസ്ക്രിപ്ഷൻസ് സ്റ്റോണിൽ കിട്ടിയിട്ടുള്ളത് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. പിന്നീട് ഏർലിയസ്റ്റ് സെഞ്ച്വറീസ് ഓഫ് ഒരു ക്രിസ്ത്യൻ ഇറയൊക്കെ വന്നപ്പോഴേക്കും അത് കോപ്പർ പ്ലേറ്റിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ലാർജസ്റ്റ് സ്റ്റോറേജ് നമുക്ക് മൈസൂർ മ്യൂസിയത്തിൽ ഈ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. പിന്നീട് ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻസിൽ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് പ്രാകൃത് ലാംഗ്വേജ് ആയിരുന്നു. ഏകദേശം ഒരു 3rd സെഞ്ച്വറി BC പ്രാകൃത് ലാംഗ്വേജ് ആയിരുന്നു ഇൻസ്ക്രിപ്ഷനിലുണ്ടായിരുന്നത്. പിന്നീട് സാൻസ്ക്രിറ്റിനെ ഒരു എപ്പിഗ്രാഫിക് മീഡിയമായിട്ട് യൂസ് ചെയ്തത് 2nd സെഞ്ച്വറി AD കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു. റീജിയണൽ ലാംഗ്വേജസും ഇൻസ്ക്രിപ്ഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 9th 10th സെഞ്ച്വറി ഒക്കെ ആയപ്പോഴായിരുന്നു റീജിയണൽ ലാംഗ്വേജസ് ഇൻസ്ക്രിപ്ഷൻസിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് ഏകദേശം കോയിൻസിൻ്റെ ഡിക്ലൈൻ തുടങ്ങിയത് പോസ്റ്റ് ഗുപ്ത പീരീഡിലായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് ഗുപ്ത പീരീഡിൽ തന്നെ ആയിരുന്നു ഇൻസ്ക്രിപ്ഷൻസും കുറവായിട്ട് കാണപ്പെട്ടിരുന്നത്. ബാക്കി എല്ലാ പീരീഡിലും പോസ്റ്റ് മൗര്യ ഗുപ്ത പീരീഡിലൊക്കെ ഇൻസ്ക്രിപ്ഷൻസ് കൂടുതൽ തന്നെ ആയിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷനിലും എന്തുണ്ട്, ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 2500 BC ഹാരപ്പൻ സിവിലൈസേഷൻ. പക്ഷേ അന്നത്തെ ഇൻസ്ക്രിപ്ഷൻസ് മെയിനായിട്ട് ഈ ഒബ്ജക്റ്റും ഇമേജസ് ഒക്കെ ആയിരുന്നു അവർ വെച്ചിരുന്നത്. അപ്പം പിക്ചേഴ്സൊക്കെ ആയിരുന്നു. കാരണം അവർ ആ പിക്ചേഴ്സ് എന്താണ് അവർ റിയൽ സെൻസിൽ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇൻസ്ക്രിപ്ഷൻസ് അശോക ഇൻസ്ക്രിപ്ഷൻസ് ആയിരുന്നു കൂടുതലും പിന്നീട് നമ്മൾ നോക്കാൻ തുടങ്ങിയത്. അശോക ഇൻസ്ക്രിപ്ഷൻസ് എൻഗ്രേവ് ചെയ്തേക്കുന്നത് ബ്രാഹ്മി സ്ക്രിപ്റ്റിലായിരുന്നു. ബ്രാഹ്മി സ്ക്രിപ്റ്റ് ഏകദേശം ലെഫ്റ്റ് ടു റൈറ്റിലാണ് നമ്മൾ എഴുതിയിരുന്നത്. ചില ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഇൻസൈൻ ചെയ്തത് ഖരോസ്തി സ്ക്രിപ്റ്റിലാണ്. ഖരോസ്തി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എഴുതുന്നത്. 2 വവൽസും യൂസ് ചെയ്യുന്ന വേർഡ്സിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റിലുള്ള ഡിഫറൻസ്. പക്ഷേ കൂടുതലും പ്രിവെയിൽ ചെയ്തിരുന്നത് ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷേ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ബ്രാഹ്മി സ്ക്രിപ്റ്റ് അത്ര പ്രിവെയിൽ ചെയ്തിരുന്നില്ല. ബാക്കി എല്ലാ പാർട്ടിലും എന്താണ്
ബ്രാഹ്മി സ്ക്രിപ്റ്റ് തന്നെയാണ് പ്രിവെയിൽ ചെയ്തത്. അശോകനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് എക്സ്റ്റെൻഡ് ചെയ്തത്, അതോറിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മി സ്ക്രിപ്റ്റ് അദ്ദേഹം യൂസ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രിയിലും മെജോറിറ്റി പാർട്ടിലും ബ്രാഹ്മി സ്ക്രിപ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ എന്തുകൊണ്ടില്ല എന്ന് വെച്ചാൽ അവിടെ ഇൻഡോ ഗ്രീക്ക്, ആര്യൻ അവരുടെയൊക്കെ ഇൻവേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അറബിക് സ്ക്രിപ്റ്റുകളൊക്കെ ആയിരുന്നു കൂടുതൽ. ഗുപ്ത പീരീഡിൻ്റെ എൻഡ് വരെ നമ്മൾ ബ്രാഹ്മി സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ രാജ്യത്ത് പ്രിവെയിൽ ചെയ്തിരുന്നത്. അശോക ഇൻസ്ക്രിപ്ഷൻസ് ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ് മീററ്റിൽ വെച്ച് ഫൗണ്ട് ചെയ്യുന്നത്. പിന്നീട് മീററ്റിൽ നിന്ന് അത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ എംപയറിലുള്ള പണ്ഡിതന്മാരോട് അത് വായിക്കാൻ പറഞ്ഞു. പക്ഷെ അത് ഒരു ഫെയിലിയർ ആയിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് വന്നപ്പോഴും സെയിം ഫെയിലിയർ തന്നെയായിരുന്നു, സെയിം ഡിഫിക്കൽട്ടി ആയിരുന്നു. കാരണം അവർക്ക് ഈ ബ്രാഹ്മി ലാംഗ്വേജിൻ്റെ സ്ക്രിപ്റ്റ് അറിയില്ലായിരുന്നു. 1837 ജെയിംസ് പ്രിൻസേപ്പ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സിവിൽ സർവൻ്റ് ആയിരുന്നു. അദ്ദേഹമാണ് എന്ത് ചെയ്തത്, ഈ അശോക ഇൻസ്ക്രിപ്ഷൻസ് ആദ്യമായിട്ട് ഡെസിഫർ ചെയ്തത്. ഈ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്നത്തെ കാലത്തെ റോയൽ ഓർഡേഴ്സ്, അവിടുത്തെ രാജാക്കന്മാരെടുക്കുന്ന ഡിസിഷൻസ്, അവിടുത്തെ സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, രാജാക്കന്മാരുടെ അച്ചീവ്മെൻറ്റ്സ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലഹാബാദ് ഇൻസ്ക്രിപ്ഷൻസിൽ സമുദ്രഗുപ്തയുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇവരുടെ വീക്ക്നെസ്സോ അവർ ഏതെങ്കിലും ബാറ്റിൽ തോറ്റ കാര്യങ്ങളോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഇൻസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ കൊടുത്തേക്കുന്ന ഡൊണേഷനൊക്കെ ഇൻസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുമായിരുന്നു. അടുത്തത് ലിറ്റററി സോഴ്സസ് ആണ്. നമുക്കറിയാം ഏകദേശം 2500 BC എന്താണ് ഏഷ്യൻ ഇന്ത്യൻസിന് റൈറ്റിങ്സ് അറിയായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മനുസ്ക്രിപ്റ്റ് ആയിരുന്നു. സെൻട്രൽ ഏഷ്യയിലൊക്കെ മനുസ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് ബർച്ച് ട്രീയുടെ ബാർക്കിലും പാം ലീവ്സിലും ഒക്കെ ആയിരുന്നു. മനുസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് പ്രാകൃത് ലാംഗ്വേജ് തന്നെയായിരുന്നു. ഇന്ത്യയിൽ മനുസ്ക്രിപ്റ്റ് ഷീപ്പിൻ്റെ ലെതറിലും വുഡൻ ടേബ്ലറ്റ്സിലും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സാൻസ്ക്രിറ്റ് മനുസ്ക്രിപ്റ്റ് മെയിനായിട്ട് നേപ്പാൾ, കാശ്മീർ, സദേൺ ഇന്ത്യ റീജിയനിലൊക്കെയായിരുന്നു പ്രിവെയിൽ ചെയ്തിരുന്നത്. പിന്നീട് ലിറ്റററി സോഴ്സസ് പറയുകയാണെങ്കിൽ മനുസ്ക്രിപ്റ്റ് അല്ലാതെ നമുക്ക് കുറേ റിലീജിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. രാമായണ, മഹാഭാരത, പുരാണ, വേദാസ്. ഇതിപ്പം മഹാഭാരതം എടുക്കുകയാണെങ്കിൽ ഒരു 10th century BC to 4th century AD വരെ ഏറ്റവും ഓൾഡർ ഇൻ ഏജാണ് മഹാഭാരത. ആദ്യം അതിന് 8,800 വേഴ്സസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നെ 24,000 വേഴ്സസ് ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു അത്രയും വേഴ്സസിനെ നമ്മൾ ഒരുമിച്ച് ജയസംഹിത അല്ലെങ്കിൽ കളക്ഷൻ ഡീലിംഗ് വിത്ത് വിക്ടറി എന്നാണ് പറയുന്നത്. രാമായണം ഇതുപോലെ തന്നെയായിരുന്നു. ഒറിജിനലി 12,000 വേഴ്സസ് ഉണ്ടായിരുന്നു. പിന്നീട് അത് 24 വേഴ്സസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പം ഈ ഒരു റിലീജിയസ് ലിറ്ററേച്ചർ നമുക്കറിയാം. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് പാലി ലാംഗ്വേജിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഈ പാലി ലാംഗ്വേജ് മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് മഗധ അല്ലെങ്കിൽ സദേൺ ബീഹാറിലുള്ള ഏരിയയിലുള്ള ആൾക്കാരായിരുന്നു. ജൈനീസ് ടെക്സ്റ്റ് ബുക്സ് പ്രാകൃത് ലാംഗ്വേജിലായിരുന്നു. അത് മെയിനായിട്ട് ഒരു വല്ലഭി റീജിയൻ, ഗുജറാത്ത് ആ റീജിയനിലൊക്കെയായിരുന്നു ഇത്തരം ടെക്സ്റ്റ് ബുക്സുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന മനുസ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, റിലീജിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ സോഴ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ അതുകൂടാതെ തന്നെ സെക്യുലർ ലിറ്ററേച്ചേഴ്സും ഉണ്ടായിരുന്നു. അതായത് മെയിൻലി ലോ ബുക്സുകളാണ്. അതായത് ഇപ്പം ഡ്യൂട്ടീസ് ഓഫ് വർണ്ണ സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പം ഓരോ വർണ്ണാസിനുള്ള ഡ്യൂട്ടീസ് എഴുതി വെച്ചിട്ടുള്ള ലോ ബുക്സ് ഉണ്ടായിരുന്നു. അതൊരു സെക്യുലർ ഇൻ നേച്ചറായിരുന്നു. അതിനെ നമുക്ക് ധർമ്മസൂത്രാസ് ഓർ അല്ലെങ്കിൽ സ്മൃതീസ് എന്ന് പറയാം. ഇത് രണ്ടും കൂടി കോഡ് ചെയ്ത് ധർമ്മശാസ്ത്രാസ് എന്നാക്കി ഒരു 6th century BC ഒരുമിച്ച് കോഡിഫൈ ചെയ്ത് ധർമ്മശാസ്ത്രാസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഡ്യൂട്ടീസ് ഓഫ് വർണ്ണാസ് ആണ്. അതുപോലെ തന്നെ അർത്ഥശാസ്ത്ര ഓഫ് കൗട്ടില്യ. ഈ അർത്ഥശാസ്ത്ര ശരിക്കും നമുക്ക്
ഏൻഷ്യൻ്റ് ഇന്ത്യൻ പൊളിറ്റിയും എക്കണോമിയും മനസ്സിലാക്കാൻ പറ്റുന്നത് അർത്ഥശാസ്ത്രം വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മെറ്റീരിയൽ സോഴ്സസ് കിട്ടും. ഇനി അന്നത്തെ കാലഘട്ടത്ത് ലിറ്റററി സോഴ്സസ് ആയിട്ട് പോയംസും ഡ്രാമാസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കാളിദാസയുടെ അഭിജ്ഞാന ശാകുന്തളം ഗുപ്ത പീരീഡിലാണ് അത് വന്നിട്ടുള്ളത്. അന്നേരം ആ ഗുപ്ത പീരീഡിലുള്ള നോർത്തേൺ ആയിട്ടും സെൻട്രൽ ഇന്ത്യയിലേക്കുള്ള സോഷ്യോ കൾച്ചറൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് സദേൺ പാർട്ടിലൊക്കെ സംഘം ലിറ്ററേച്ചറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവർ ലിറ്ററലി അസംബ്ലി കൂടാറുണ്ട്. അപ്പോൾ ഈ അസംബ്ലിയിലെ കൂട്ടത്തിനെ സംഘം എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനെ എല്ലാം സംഘം ലിറ്ററേച്ചറിൽ നിന്ന് നമ്മൾ വിളിച്ചു. നമ്മൾ കോയിൻസിനെ പറ്റി പറഞ്ഞു, ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റി പറഞ്ഞു, ലിറ്റററി സോഴ്സസിനെ പറ്റി പറഞ്ഞു. ഇനി വരുന്നത് ഫോറിനേഴ്സ് എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ട് ഇവിടെ ഗ്രീക്ക്, റോമൻ, ചൈനീസൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിങ്കിൽ അവർ ട്രാവലറായിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കൺവേർട്സിന് വേണ്ടി വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഹിസ്റ്റോറിക് സെൻസസ് ഇല്ല എന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം അലക്സാണ്ടർ ഇൻവേഷൻ ഇന്ത്യൻ സോഴ്സസിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇന്ത്യയിൽ ഇൻവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സോഴ്സസ് എടുക്കുവാണെങ്കിൽ അതിലെവിടെയും അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഗ്രീക്ക് സോഴ്സസ് നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്നാണ് നമ്മൾ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എത്രത്തോളം ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള ഹിസ്റ്ററി റീകൺസ്ട്രക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യയുടെ പീരീഡിൽ ഒരു ഗ്രീക്ക് വിസിറ്ററി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രിൻസ് ആൻഡ്രോകോട്ടസ്. പുള്ളിക്കാരൻ്റെ ടെക്സ്റ്റ് ബുക്കിലും അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഇൻവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ മൗര്യയുടെ കോർട്ടിലേക്ക് വന്നത് 324 BC-യിലാണ്. അപ്പോൾ ഈ സെയിം കാലഘട്ടത്തിലാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് നമ്മുടെ രാജ്യത്തെ ഇൻവൈഡ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മൾ പല ഹിസ്റ്ററിയും നമ്മൾ മറ്റ് സോഴ്സസിൽ നിന്നാണ് എന്ത് ചെയ്തത്, മാപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചൈനീസ് ട്രാവലേഴ്സിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ചൈനീസ് ട്രാവലേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്തത് ബുദ്ധിസം പഠിക്കാനായിരുന്നു. അതുപോലെ അതിൻ്റെമായി ബന്ധപ്പെട്ടുള്ള ഷ്രൈൻസൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരിവിടെ വന്നത്. ഒന്നാമത്തെ ട്രാവലിൻ്റെ പേര് ഫാക്സിയാൻ ഇവിടെ വന്നത് ഗുപ്ത പീരീഡിലായിരുന്നു. അതുപോലെ തന്നെ ഷാൻഷാങ് വന്നത് ഹർഷവർദ്ധന പീരീഡിലും. ഇവർ രണ്ടുപേരുടെയും ബുക്സിൽ നിന്ന് നമുക്ക് സോഷ്യോ റിലീജിയസ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ഇന്ത്യ മാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഹിസ്റ്റോറിക് സെൻസിനെ പറ്റി പറയുമ്പം ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പുരാണാസിൽ 4 ഏജസിനെ പറ്റി പറയുന്നുണ്ട്: കൃത, ത്രേത, ദ്വാപര, കലി. പക്ഷേ ഓരോ ഏജ് സക്സീഡ് ചെയ്യുമ്പോഴും വളരെ വേഴ്സണായിട്ടാണ് അവർ മാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കലിയുഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലൈൻ എന്ന് പറഞ്ഞാണ്, അല്ലാതെ ഒരു ഡെവലപ്മെൻറ്റ് ഒരിക്കലും അവർ പറയുന്നില്ല. അതൊരു ലാക്ക് ഓഫ് ഹിസ്റ്റോറിക് സെൻസ് തന്നെയാണ്. ഇനി ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ജോഗ്രഫിക്കൽ സെറ്റിങ്സും കൂടി മൈൻഡിലുണ്ടാവണം, എന്നാലും നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇന്ത്യ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് തന്നെയായിരുന്നു തരം തിരിച്ചിരുന്നത്. മോസ്റ്റ്ലി ട്രോപ്പിക്കൽ സോണായിരുന്നു. നമുക്കറിയാം പ്രീ ഹിസ്റ്റോറിക് ടൈമിലൊന്നും ഹിമാലയാസിൻ്റെ ആ ഒരു ഹിമാലയ ഉണ്ടായതുകൊണ്ട് തന്നെ നോർത്തേൺ റീജിയനിൽ അധികം ഇൻവേഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചത് നമുക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഡിഫിക്കൾട്ടായിരുന്നു. പക്ഷേ നോർത്ത് വെസ്റ്റേൺ പാർട്ട് എടുക്കുവാണെങ്കിൽ സുലൈമാൻ റേഞ്ചസ്, ഇപ്പം പാകിസ്ഥാനിലാണ് സുലൈമാൻ റേഞ്ചസ്. ഈ സുലൈമാൻ റേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ നോർത്ത് വെസ്റ്റേൺ എക്സ്റ്റൻഷനാണ്. അതിൽ നമുക്ക് ഖൈബർ, കോമൽ പാസസ് വഴി ട്രേഡിംഗ് ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു സുലൈമാൻ റേഞ്ചസ് ബലൂചിസ്ഥാൻ വഴി കിർത്താർ റേഞ്ചസുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ റീജിയനിൽ ബോലാൻ പാസസ് ഉണ്ട്. ആ പാസസ് വഴിയും ട്രേഡിങ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട്
ഈ ഒരു നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് മെയിനായിട്ട് ഇന്ത്യയും സെൻട്രൽ ഏഷ്യയും തമ്മിലുള്ള ട്രേഡിംഗ് ഒക്കെ നടന്നിട്ടുള്ളത്. പിന്നെ പമീനോട്ട് ബുദ്ധിസത്തിനെ സെൻട്രൽ ഏഷ്യയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളൊരു ഹബ്ബായിരുന്നു. പിന്നെ ഈ വാലി ഓഫ് നേപ്പാൾ വളരെ സ്മാൾ ആണെങ്കിലും ഗാൻജറ്റി പ്ലെയിൻസിലുള്ള പീപ്പിളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ ഏൻഷ്യൻ ടൈമിലുണ്ടായിരുന്നു. പിന്നീട് ഈ കാശ്മീർ റീജിയനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, കൾട്ടിവേഷൻ ഓഫ് സാൻസ്ക്രിറ്റ്. കാരണം ഏറ്റവും കൂടുതൽ മനുസ്ക്രിപ്റ്റിൻ്റെ ഡിപ്പോസിറ്റ് അവിടെ നിന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു നോർത്ത് വെസ്റ്റ് റീജിയൻ എടുക്കുകയാണെങ്കിൽ ഹിമാലയവും ഈ പാസസും മെയിനായിട്ട് ട്രേഡിങ്ങും ബുദ്ധിസവും ആണ് മെയിനായിട്ട് അവിടെ നടന്നിട്ടുള്ളത്. മെയിനായിട്ടുള്ള എല്ലാ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവൻറ്റ്സ് നടന്നിട്ടുള്ളത് റിവേഴ്സിൻ്റെ ബാങ്കിലായിരുന്നു. ഇപ്പം ഇൻഡസ് സിസ്റ്റം ആണെങ്കിലും ബ്രഹ്മപുത്ര ഗംഗ റിവർ സിസ്റ്റത്തിൻ്റെയൊക്കെ ബാങ്ക്സിലായിരുന്നു കൂടുതലും ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻഡസ് വാലി പ്ലെയിൻസിലാണ് ഫ്ലറിഷ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ വേദിക് കൾച്ചറിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലാണെങ്കിലും അത് ഫ്ലറിഷ് ചെയ്തത് വെസ്റ്റേൺ ഗാൻജറ്റിക് പ്ലെയിനിലാണ്. പോസ്റ്റ് വേദിക് കൾച്ചറും മിഡിൽ ഗാൻജറ്റിക് പ്ലെയിനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ബ്രഹ്മപുത്ര വാലിയിലൊക്കെ ഒരു ഏർലിയർ മിഡിവിയൽ ടൈംസ് ഒക്കെ ആയപ്പോഴാണ് ബ്രഹ്മപുത്ര വാലി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയത്. ബാക്കി ഗംഗ ഇൻഡസ് റിവർ സിസ്റ്റം ആയിരുന്നു ഏൻഷ്യൻ ടൈമിൽ പ്രിവെയിൽ ചെയ്തിരുന്നത്. ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത് വരെ റിവേഴ്സിന് തന്നെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം ട്രാൻസ്പോർട്ടേഷനും കൂടുതലും നടന്നിരുന്നത് റിവേഴ്സ് വഴിയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ റോഡ്, റെയിൽവേ സിസ്റ്റം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രീ ഇൻഡസ്ട്രിയൽ ടൈമിൽ എല്ലാത്തിൻ്റെയും ഇപ്പോൾ കിങ്ഡം എടുക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ക്യാപിറ്റൽ ഒരു റിവറിൻ്റെ ബാങ്കിലായിരിക്കും. അതുപോലെ തന്നെ ഈ റിവർ തന്നെയായിരിക്കും രണ്ട് കിങ്ഡംസിൻ്റെ പൊളിറ്റിക്കൽ ബൗണ്ടറി ആയിട്ടും മാറുന്നത്. അതുപോലെ കൾച്ചറൽ ബൗണ്ടറി ആയിട്ടും റിവർ തന്നെയാണ് അവിടെ ഒരു ബാരിയറായിട്ട് നിൽക്കുന്നത്. പക്ഷേ മോഡേൺ ടൈംസിലേക്ക് വരുമ്പം ഇപ്പം അർബൻ സിറ്റീസൊക്കെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ അതിൻ്റെയൊക്കെ ഒരു ക്യാപിറ്റൽ ഹബ്ബായിട്ട് എടുക്കുന്നത് റെയിൽവേ ഉള്ള റീജിയൻ, റെയിൽ റോഡ് ജംഗ്ഷൻ വരുന്നത്, മൈനിങ് സോൺസ് ഉള്ള റീജിയൻ, അതൊക്കെയാണ് മോഡേൺ ടൈംസിൽ എടുക്കുന്നത്. എന്നാൽ ഏൻഷ്യൻ ടൈമിൽ റിവർ തന്നെയായിരുന്നു മെയിൻ ഹബ്ബായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പം അന്നത്തെ കാലഘട്ടത്തിൽ പ്രയാഗ്, വാരണാസി, പാടലിപുത്ര ഇതൊക്കെ അന്നത്തെ ഇമ്പോർട്ടൻറ്റ് ടൗണിൻ്റെ ക്യാപിറ്റൽസ് ആയിരുന്നു. ഇനി നമ്മളിപ്പം നോർത്തേൺ റീജിയനിലെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയെ നമുക്ക് കലിംഗ എന്ന് പറയാം. കലിംഗ മെയിനായിട്ട് കവർ ചെയ്യുന്നത് ഇപ്പോൾ കോസ്റ്റൽ ബെൽറ്റ് ഓഫ് ഒറീസ, അതായത് മഹാനദിയുടെയും ഗോദാവരിയുടെയും ഇടയിലും ആണ് ഒറീസ വരുന്നത്. അതുപോലെ ഗോദാവരിക്കും കൃഷ്ണയ്ക്കും ഇടയിൽ ആന്ധ്രാപ്രദേശ് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൗത്തിലാണ് ഏകദേശം ഒരു ബിഗിനിങ് ഓഫ് ക്രിസ്ത്യൻ ഇറ സതവാഹനാസും അതിൻ്റെ സക്സസേഴ്സൊക്കെ അവിടെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞ തമിഴ്നാടു റീജിയൻ, കൃഷ്ണ കാവേരി റിവറിൻ്റെ ബിറ്റ്വീനാണ് ആ ഒരു റീജിയൻ വരുന്നത്. അപ്പോൾ ആ ഒരു റീജിയനിലായിരുന്നു ചോള, പല്ലവാസിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ വന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഈസ്റ്റേൺ ഘട്ടിൽ ഒരുപാട് പാസസ് ഉണ്ടായിരുന്നു. അപ്പോൾ പാസസ് കൂടുതലായതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനും ട്രേഡും ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ വളരെ കൂടുതലായിരുന്നു. അവിടെ ഒരുപാട് പോർട്ട് സിറ്റീസ് ഉണ്ടായിരുന്നു. മഹാബലിപുരം, കാവേരിപട്ടണം, ഇതൊക്കെ കോറമാൻഡൽ കോസ്റ്റിലുള്ള പോർട്സുകളായിരുന്നു. ഇനി നമ്മൾ വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം വെസ്റ്റേൺ പാർട്ട് മെയിനായിട്ട് വരുന്നത് മഹാരാഷ്ട്ര എന്ന് പറയുമ്പം അന്നത്തെ കാലത്ത് റിവറാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ താപ്തി, ഭീമാട് ഇൻ ബിറ്റ്വീൻ വരും. കർണാടക എന്ന് പറയുമ്പോൾ ഭീമ റിവറിനും കൃഷ്ണ റിവറിൻ്റെ ഇടയിലാണ്. ഈ ഒരു റീജിയനിൽ ആണ് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ ഘട്ടിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു. കാരണം പാസസ് വളരെ കുറവായിരുന്നു. അത് കാരണം ട്രേഡിങ്ങും മറ്റുമൊക്കെ വെസ്റ്റേൺ പാർട്ടിൽ വളരെ കുറവായിരുന്നു. ഇനി നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം രാജസ്ഥാൻ എടുക്കുകയാണെങ്കിൽ ഡെസേർട്ട് റീജിയൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏൻഷ്യൻ ടൈമിൽ അത്രയും ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ട് സെറ്റിൽമെൻറ്റ്സ് ഒക്കെ വളരെ ഡിഫിക്കൾട്ടായിരുന്നു. ഇപ്പം
ഇൻഡസും ഗംഗയും വിന്ധ്യയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ആരവല്ലി മൗണ്ടെയ്ൻസ് ആണ്. അപ്പം പക്ഷേ ഈ ഒരു സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാൻ പാർട്ടിലൊക്കെയാണ് ഏർലിയർ ടൈമിൽ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K3 കോപ്പർ മൈനാണ്. അപ്പോൾ ചാക്കോലിത്തിക് ഏജിൽ ആ കാലഘട്ടത്തിൽ ഈ കോപ്പർ മൈൻസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു. ഗുജറാത്ത് റീജിയൻ എടുക്കുകയാണെങ്കിൽ കത്തേവാർ പെൻസുലാർ റീജിയനിലൊക്കെ ഹാർബർ കൂടുതലായിരുന്നു. അത് ഫോറിനേഴ്സ് ട്രേഡൊക്കെ കൂടുതൽ നടന്നിരുന്നത് ഗുജറാത്ത് റീജിയനിലായിരുന്നു. ഇനി നമ്മൾ കുറച്ചും കൂടി സെൻട്രൽ ഇന്ത്യയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മധ്യപ്രദേശാണ് വരുന്നത്. മധ്യപ്രദേശ് എന്ന് പറയുമ്പം മധ്യപ്രദേശിൽ കൂടുതലും ഏൻഷ്യൻ ടൈമിൽ ഇമ്പോർട്ടൻസ് വരുന്നത് മാൽവാർ റീജിയനിലാണ്. കാരണം ഈ മാൽവാർ റീജിയൻ ഈ ഗുജറാത്തിൽ പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ പോർട്ടിൻ്റെ ഉൾനാടായിട്ടാണ് മാൽവാർ റീജിയനെ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ അതുമാത്രമല്ല നോർത്തേൺ മധ്യപ്രദേശ് വളരെ ഫെർട്ടൈലുമായിരുന്നു. അവിടെ സോൺ റിവർ, പിന്നെ നർമ്മദ റിവറിൻ്റെ ചമ്പൽ റീജിയൻ, ഇതൊക്കെ വളരെ ഫെർട്ടിലിറ്റി കൊടുക്കുമായിരുന്നു മധ്യപ്രദേശിന്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാൽവാർ റീജിയൻ കിട്ടാൻ വേണ്ടി സാകാസും സതവാഹനാസും ഫസ്റ്റ് സെക്കൻഡ് സെഞ്ച്വറി AD ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 18th സെഞ്ച്വറിയിൽ മറാത്താസ് രാജ്പുട്സും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റീജിയൻ്റെ സോഴ്സസും എന്ത് ചെയ്തിട്ടുണ്ട്, അന്നത്തെ കാലഘട്ടത്തിൽ ആ റീജിയനിൽ കിങ്ഡംസ് തമ്മിലുള്ള ഫൈറ്റിനും വാറിനും കാരണമായിട്ടുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ലാംഗ്വേജസ് ആയിരുന്നു. ഇപ്പം ഈ നോർത്തേൺ പാർട്ട് എടുക്കുവാണെങ്കിൽ ആര്യൻ ലാംഗ്വേജാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. സദേൺ പാർട്ടിൽ ഡ്രവിഡിയൻ ലാംഗ്വേജ്. ഇപ്പം ഈ ഒരു വിന്ധ്യൻ മൗണ്ടെയ്ൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടായതുകൊണ്ട് നോർത്തും സൗത്തും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പ്രശ്നമായിരുന്നു. പക്ഷേ നോർത്തിലുള്ള രാജാക്കന്മാർക്ക് സദേൺ പാർട്ടിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആഗ്രഹവും സദേൺ പാർട്ടിലുള്ളവർക്ക് നോർത്ത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആഗ്രഹവും വന്നപ്പം വാറിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ആവാൻ തുടങ്ങി. ഈ എക്സ്റ്റെൻഡാണ് ഒരു കോമ്പോസിറ്റ് കൾച്ചർ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും നാച്ചുറൽ ബാരിയേഴ്സ് ഒന്നുമില്ല. എല്ലാ ഏരിയയിലും ഇന്ത്യയിൽ മൗണ്ടെയ്ൻസും റിവേഴ്സും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, മറ്റ് ചില സ്ഥലങ്ങളിൽ ബോർഡേഴ്സ് കിങ്ഡംസ് ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അവർ റിസോഴ്സസ് ആവശ്യപ്പെടാൻ തുടങ്ങും. ഇപ്പം നമ്മുടെ രാജ്യത്തെ റിസോഴ്സസ് മെയിനായിട്ട് വരുന്നത് കോപ്പർ ബെൽറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിലാണ്, ഛത്തീസ്ഗർഗിൽ. പക്ഷേ ഇത് കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തത് ബീഹാർ റീജിയനിലാണ് ഉള്ള കിങ്ഡംസ് ആണ് അത് കൂടുതലും എക്സ്പ്ലോയിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ K3 മൈൻസ് ഇൻ രാജസ്ഥാൻ, അത് കൂടുതലായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വേദിക്കും പ്രീ വേദിക് പീപ്പിളായിരുന്നു. ഈ കോപ്പറാണ് ഫസ്റ്റ് മെറ്റൽ യൂസ് ചെയ്തിരുന്നത് ഏർലിയസ്റ്റ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഹിന്ദുസിന് കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ പ്യൂരിറ്റി ഉള്ളൊരു മെറ്റലാണ്. അതുകൊണ്ട് തന്നെ കോപ്പർ യൂട്ടൻസിൽസ് അവർ റിലീജിയസ് റിച്വൽസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ കൺട്രിയിൽ ഇപ്പോഴും ടിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം ഇല്ല, ഏൻഷ്യൻ ടൈമിലും അതേപോലെ തന്നെ ആയിരുന്നു, സ്കെയർസ് ആയിരുന്നു ടിന്ന്. പക്ഷേ ടിന്നിൻ്റെ ഡെപ്പോസിറ്റ് രാജസ്ഥാനിലും ബീഹാറിലും ഒക്കെ കിട്ടി. അപ്പം നമുക്കിത് മനസ്സിലാക്കുന്നത് ഈ ടിന്ന് എങ്ങനെ ഇവിടെ വന്നു എന്നാണ്. നമുക്ക് ബ്രോൺസ് ഏജ് ഉണ്ട്, പക്ഷേ ഈ ബ്രോൺസ് ഏജ് വരണമെങ്കിൽ ടിന്നും കോപ്പറിൻ്റെ അലോയാണ് ബ്രോൺസ്. നമ്മുടെ രാജ്യത്ത് ടിന്നില്ല, പക്ഷേ കോപ്പർ പ്ലെൻറ്റി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതുമാത്രമല്ല, പ്രീ ഹിസ്റ്റോറി പീരീഡ് അധികം ബ്രോൺസിൻ്റെ കണ്ടൻ്റ് ഒന്നും നമ്മുടെ രാജ്യത്ത് കണ്ടെത്തിയിട്ടുമില്ല. അപ്പം നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷന് നമുക്ക് ടിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ഒരു സപ്ലൈയും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പം അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ അഫ്ഗാനിസ്ഥാനിലും ആ ഒരു റീജിയൻ്റെ ജോഗ്രഫി വെച്ച് ടിന്ന് പ്ലെൻറ്റി ഒന്നും അല്ലായിരുന്നു. അപ്പം എന്നിട്ടും നമുക്ക് ഒരു സെഞ്ച്വറീസ് ഓഫ് കോമൺ ഇറയൊക്കെ ആയപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ബ്രോൺസ് നമുക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് മെയിനായിട്ട് ബർമ മലായ പെനിൻസുല വഴി ആണ് നമുക്ക് കിട്ടിയത്. അവിടെ പ്ലെൻറ്റി ഓഫ് ടിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ആയിട്ടുള്ള ട്രേഡിങ്ങിലാണ് ഇന്ത്യക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ടിന്നിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ വരാൻ സാധിച്ചത്. അതുകൊണ്ട് ഇന്ത്യക്ക് പ്രോപ്പറായിട്ടൊരു ബ്രോൺസ് ഏജ് ഇല്ല, പക്ഷേ അത് ത്രൂ ട്രേഡിങ് വഴിയാണ് എന്ത് ചെയ്തത്, ഏൻഷ്യൻ പീരീഡ് ടിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി അയൺ കണ്ടൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ റിച്ച് ഇൻ അയണാണ്. സദേൺ ബീഹാറിലും ഈസ്റ്റേൺ മധ്യപ്രദേശിലും കർണാടക റീജിയനിലൊക്കെ അയൺ ഉണ്ട്. ഈ അയൺ മെയിനായിട്ട് വാറിനും
പിന്നെ ജംഗിൾസൊക്കെ ക്ലിയർ ചെയ്യാനും ഒപ്പം തന്നെ റെഗുലർ കൾട്ടിവേഷൻ അഗ്രികൾച്ചറിന് വേണ്ടിയൊക്കെയാണ് അയൺ ടൂൾസ് യൂസ് ചെയ്തത്. ഏറ്റവും കൂടുതൽ അയൺ ടൂൾസ് അവൈലബിലിറ്റി ആയിട്ടുള്ളത് മഗധ ടൈമിലായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അയൺ മെയ്ഡ് ചെയ്തിട്ടുള്ളത് അവന്തി റീജിയൻ ആണ്. ഏകദേശം ഒരു BC 6 to 5 കാലഘട്ടത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. പിന്നീട് സദേൺ റീജിയനിൽ നമുക്ക് അയൺ കണ്ടൻറ്റ് ആന്ധ്ര കർണാടക റീജിയനിൽ നിന്നാണ് കിട്ടിയിരുന്നത്. സതവാഹനാസ് ആയിരുന്നു അന്നത്തെ കാലത്ത് യൂസ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ അന്നത്തെ ഏൻഷ്യൻ കാലഘട്ടത്തിൽ ലെഡ് കണ്ടൻറ്റിൻ്റെ റിസോഴ്സ് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ആന്ധ്ര എന്ന് പറയുമ്പോൾ സദേൺ പാർട്ടാണ്. അപ്പോൾ ഏതാണ് സതവാഹനാസ് കിങ്ഡമാണ് വരുന്നത്. അപ്പോൾ ആ സതവാഹനാസ് കിങ്ഡത്തിൻ്റെ കാലഘട്ടത്തിൽ ലെഡ് കോയിൻസ് യൂസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നമ്മൾ പറയേണ്ട ഏർലിയസ്റ്റ് കോയിൻസിന് നമ്മൾ പഞ്ച്മാർക്ക് കോയിൻസ് എന്നാണ് പറയുന്നത്. സിൽവർ കോയിൻസ് ആണത്. ഈ സിൽവർ കോയിൻസ് നമ്മുടെ രാജ്യത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് സിൽവർ ഉണ്ടായിരിക്കണം. പക്ഷേ ഏർലിയസ്റ്റ് ടൈമിലാണെങ്കിൽ ഇപ്പോഴും സിൽവർ എന്ന് പറയുന്ന മെറ്റൽ നമ്മുടെ രാജ്യത്ത് റെയർ ആയിരുന്നു. അപ്പോൾ വീണ്ടും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രേഡിനെ പറ്റിയാണ്. അപ്പം ഖരാഗ്പൂർ ഹിൽസിൽ നിന്നാണ് നമ്മൾ സിൽവർ മൈൻ ചെയ്യുന്നതെന്ന് അക്ബറിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഗോൾഡും പ്ലെൻറ്റി ആയിട്ടുണ്ട്. കർണാടകയിലെ കോലാർ റീജിയനിലാണ് ഗോൾഡ് കണ്ടൻറ്റ് കൂടുതലായിട്ട് കിട്ടിയത്. നിയോലിത്തിക് പീരീഡിലൊക്കെ ഏർലിയർ സ്റ്റോൺ ആയിട്ട് ഗോൾഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കോലാർ എന്ന് പറയുന്ന ഈ കർണാടകയിലെ റീജിയൻ ഏർലിയസ്റ്റ് ക്യാപിറ്റൽ ഓഫ് സദേൺ കർണാടകയായിരുന്നു. അപ്പം ഇത്തരം മെറ്റീരിയൽ സോഴ്സസ് നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, റിസോഴ്സസൊക്കെ യൂട്ടിലൈസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസും അതിൻ്റെ റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷനും ഓരോ കിങ്ഡം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതും എത്രത്തോളം ഇന്ത്യയിൽ അതിൻ്റെ യൂണിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.